ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഫോറക്സിൻ്റെ ചാർട്ടാണ്, അതായത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. SAU USD ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് എടുത്തിട്ട് ആദ്യം തന്നെ റീസെൻറ്റ് വന്നിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 3 മെത്തേഡ് നമുക്കിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഒരു ട്രെൻഡിലൂടെ പോവുകയാണ്, ഗോൾഡ് ഒരു അപ്പ് ട്രെൻഡിലൂടെ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടുന്ന് പാരൽ ചാനൽ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ സെലക്ട് ചെയ്ത കാരണം പാരൽ ചാനൽ, എന്നിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. നല്ല രീതിയിൽ ഇത് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, മാർക്കറ്റ് ഈ പാരൽ ചാനലിനുള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എവിടേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടത് ആ ലെവൽ നമുക്ക് ഹൊറിസോണൽ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം. ഇവിടുത്തെ അതിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഈ ഒരു ലെവലിൽ ഉണ്ടോ, ഈ ട്രെൻഡ് ലൈൻ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ലെവൽ ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇവിടെ ലോ ടച്ച് ചെയ്തിട്ടുണ്ട്, ആ ലെവലും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ആ പാരൽ ചാനൽ ഡിലീറ്റ് ചെയ്താലേ. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 15 മിനിറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ട്രേഡ് ചെയ്യാനായിട്ട് 5 മിനിറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇത് നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇതേപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാം. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ കണ്ടോ ടച്ച് ചെയ്ത് ഒരു സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സെല്ലിലേക്ക് പോകാം. കണ്ടോ, വീണ്ടും ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ സെല്ലാണ്. ഇവിടെ സെല്ല് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കാണാം. ഈ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടുന്ന് ബൈയിലേക്ക് പോകാം. അതല്ല തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും സെല്ലാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. ഓക്കെ, കണ്ടോ, ഇവിടെ നമ്മൾ സെല്ലെടുത്തു. ഇവിടെ സെല്ലെടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. നമ്മളിവിടെ ടാർഗറ്റ് വെച്ചു, പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു, ഇവിടെ കയറി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെല്ല് എക്സിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബൈയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ലോസ് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. എപ്പോഴൊക്കെയാണ് മാർക്കറ്റ് ഈ ലെവലിൽ താഴെ വരുന്നത് സെല്ല് ചെയ്യുക, മുകളിൽ വരുമ്പോൾ ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവിയസ് ചാർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കേട്ടോ, നമുക്ക് ആ ഒരു സപ്പോർട്ടൊക്കെ അടിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് നമ്മൾ ഹൊറിസോൺ ലൈൻ ഉപയോഗിച്ച് തന്നെ മാർക്ക് ചെയ്യുന്നതാണ്. കണ്ടോ, ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ഹൈ എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ കണ്ടിന്യൂസ് ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ലോ ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇതൊരു സപ്പോർട്ടാണ്. പിന്നെ ഇവിടെയും ഒരുപാട് ക്യാൻഡിൽസ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഒരു ഏരിയയിൽ. കണ്ടോ, ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ടൈം ഫ്രെയിം 5 മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡും സെയിം തന്നെയാണ്. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടുന്ന് ബൈയിലേക്ക് പോകാം. അതല്ല താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. കണ്ടോ, ഇവിടെ നമുക്ക് സെല്ലാണെങ്കിൽ ഇവിടെ തിരിച്ച് കയറുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്ത് ബൈയിലേക്ക് പോകണം. ഓക്കെ, ഇവിടെ സെല്ല് വന്നു, താഴേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് വന്ന് നിൽക്കുന്ന ലെവൽസ് ഇതാണ്. അപ്പോൾ ഈ ലെവൽസിനുള്ളിൽ ട്രേഡ് നടക്കുമ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. അത് ഈ ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്കൊരു സെല്ലുണ്ട്. ഈ ലെവൽ ടച്ച് ചെയ്ത് മുകളിൽ കയറുകയാണെങ്കിൽ ബൈ ഉണ്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ബൈ ഉണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ സെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് കാണിച്ചു തരാം. മൂന്നാമത്തെ മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം. 4 hours സെലക്ട് ചെയ്യാം. 4 hours റീസെൻ്റ് വന്നിട്ടുള്ള ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു 4 hours ഇവിടെ സപ്പോർട്ടുണ്ട്, ഉണ്ടോ, അത് മാർക്ക് ചെയ്യാം.
ഇത് നമുക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്ത് 1 ഹവറിലേക്ക് മാറ്റാം. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വയ്ക്കാൻ മതി. ജസ്റ്റ് ഒന്ന് താഴേക്ക് ആക്കാം. ഇത് നമുക്കത് 15 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. 15 മിനിറ്റിലും പെർഫെക്റ്റ് ആണ്. ഇനി നമുക്കത് 5 മിനിറ്റിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 5 മിനിറ്റ് ക്യാൻഡിൽ ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു അപ് ട്രെൻഡ് എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഇവിടെ ടച്ച് ചെയ്ത് വീണ്ടും ഒരു സെൽ ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിലാണ് വരാണെങ്കിൽ ഈ ഒരു ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ടച്ച് ചെയ്ത് തിരിച്ച് ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുകയാണെങ്കിൽ വീണ്ടും ബൈ എടുക്കാം. ഈ ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സെല്ല്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് പേര് ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ചാർട്ടിലും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം മാത്രം റിയൽ ട്രേഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഫോറക്സ് ട്രേഡിങ്ങിലൊക്കെ നമുക്ക് പേപ്പർ ട്രേഡിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ട് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രം റിയൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.